Hello. Magic monitor. Okay. Thank you, sir. Okay, maximum പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ മാജിക്കിന്റെ സെഷന്റെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുതിയൊരാളാണ് നമുക്ക് സെഷൻ എടുക്കുന്നത്. ഷിഫ എന്നാണ് മാമിന്റെ പേര്. അപ്പോൾ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ മെന്റർ ആണ്, മോട്ടിവേറ്റർ ആണ്, കൗൺസിലർ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഒരുപാട് കാര്യം റിയലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എയിം ചെയ്യാനും ഉണ്ടായി. ഓക്കെ, അപ്പോ ഈ ഒരു മാമിന്റെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡർ എന്നാണ്. ഈ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഷിഫ മാമിനെ വെൽക്കം ചെയ്യാണ്. ഷിഫ മാം. Hi everyone. ഓക്കെ. അപ്പോൾ ഞാൻ ഷിഫ. ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഷിഫ. ഞാൻ ഇവിടെ കൊണ്ടോട്ടിയാണ്, കൗൺസിലർ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് വഴി എല്ലാവരെയും പരിചയപ്പെടാം. നമുക്ക് സമയപരിധി മൂലം നമുക്ക് ക്ലാസ് തുടങ്ങേണ്ടതുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഏതാന്ന് വെച്ചാല് ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും അറിയാമല്ലോ, ശാരീരികവും മാനസികവുമായ ഒരു സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ കേടുപാടുകൾ ഉണ്ടായാലും അതൊരു ചെറിയ പനിയാണെങ്കിൽ കൂടി നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടിപ്പോകാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് മാനസികാരോഗ്യം. ഇന്ന് പല ആളുകളും മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ചു കാലം മുൻപ് വരെ എല്ലാവർക്കും എന്താന്ന് വെച്ചാല് ഒരു മടിയായിരുന്നു ആളുകളുടെ ഇടയിൽ. അത് എന്നെ മാനസിക രോഗി എന്ന മുദ്ര കുത്തുമോ, അല്ലെങ്കിൽ എനിക്ക് അത് ഒരാളുടെ ഇടയിൽ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊന്നും വെച്ചിട്ട് ആരും ആ ഒരു ശാഖയിലേക്ക്, ആ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെ ആരും എത്തിപ്പെടാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, 1 second. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടോപ്പിലേക്ക് നമുക്ക് കിടക്കാം. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ചിന്ത. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ വഴി ഇല്ലാതാക്കുന്നതും വഴി തെളിയിക്കുന്നതും. നമ്മുടെ ശത്രുവാണ്, നമ്മുടെ സുഹൃത്തുവാണ് നമ്മുടെ ചിന്ത. ചിലരെ ആ ചിന്ത വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മറ്റു ചിലരെ ആ ചിന്ത എന്തിലേക്ക് എത്തിക്കുന്നു? പടുകുഴിയിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ ചിന്ത, ഒരു പോസിറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ തന്നെ വളർത്തി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഇതൊരു ടിപ്പായിട്ട് തന്നെ കണക്കാക്കുക. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു നിമിഷത്തിൽ വരെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ഇതാകില്ലായിരിക്കും, അത് ആ കാരണം കൊണ്ടാകില്ലായിരിക്കും എന്ന രീതിയിൽ അതിനെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. എന്നോട് അയാൾ ഇങ്ങനെയല്ല പെരുമാറിയത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അയാൾ ശരിയല്ല എന്ന് പ്രിജുഡൈസ് ചെയ്യരുത്. നേരെ മറിച്ച് എന്ത് ചെയ്യണം നമ്മൾ? അയാൾ അങ്ങനെയല്ല, അത് എന്റെ തെറ്റാണ്. ഒരു നെഗറ്റീവ് ഫീലിങ്ങിനെ നമ്മൾ അതൊരു പോസിറ്റീവ് ഫീലിങ്ങിലേക്ക് ആക്കണം. ഓക്കെ, അപ്പൊ കൂടുതൽ ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമുക്ക് സമയപരിധി മൂലം നമ്മൾ ആൻസൈറ്റി ഡിസോർഡർ. എന്താണ് ആൻസൈറ്റി ഡിസോർഡർ? എല്ലാവർക്കും ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാം സോറി, പ്ലീസ് ക്യാമറ ഓപ്പൺ. ഹലോ. ഓക്കെ 1 second. ഓക്കെ, ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. അപ്പോ എന്താണ് ആൻസൈറ്റി ഡിസോർഡർ എന്നാണ്? ആൻസൈറ്റി എന്ന് മീൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ ഉത്കണ്ഠ എന്നാണ് ആൻസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉത്കണ്ഠ അനുഭവിക്കുന്നവരാകും എല്ലാ മനുഷ്യരും. ഒരു ചെറിയ കുട്ടി മുതൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉത്കണ്ഠ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകും. ആയതിനാൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ എന്തുകൊണ്ടും നല്ലതാണ്. തീരെ ഉത്കണ്ഠ ഇല്ലാത്തവരും പാടില്ല. അപ്പൊ ചെറിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോ ഇന്നൊരു എക്സാം ആണ്. എക്സാമിന് എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു ഉത്കണ്ഠന്റെ ഒരു ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരു ഉത്കണ്ഠ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് അതിനൊരു ഡിസോർഡർ, ദാറ്റ് മീൻസ് ഒരു ഡിസീസസ് ആയിട്ട് കാണുന്നത്. ആ ഒരു ഉത്കണ്ഠ ഒരു ഇത്ര വരെ നമുക്ക് പോകാമെങ്കിൽ ആ ഒരു ഉത്കണ്ഠ ഈ ലെവലിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതാണ് ആൻസൈറ്റി ഡിസോർഡർ.
അപ്പോൾ ആൻസൈറ്റി ഡിസോർഡർ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വരാവുന്നതാണ്. ആൻസൈറ്റി ഡിസോർഡർ ജനിതകമായിട്ടും വരാം, ഹെറിഡിറ്ററി ആയിട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പിന്നെ ഇത് ഉത്കണ്ഠ രോഗം ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്കും വരാം. വയറ്റിലുള്ള ഒരു സ്ത്രീക്ക് ബേബി വയറ്റിലുള്ള സ്ഥിതിക്ക് ആ ഒരു ബേബിയിലേക്കും വരാം. നേരെ മറിച്ച് പിന്നെ വരാവുന്ന ഒരു അവസ്ഥയാണ് ഉത്കണ്ഠ രോഗം നമുക്ക് ചെറുപ്പകാലത്തുണ്ടായ അനുഭവങ്ങൾ. ദാറ്റ് മീൻസ് ലൈംഗിക അതിക്രമം, അതിനില്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്കണ്ഠ രോഗം വരാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മുൻപോട്ട് പോവട്ടെ? ഈ രീതിയിൽ തന്നെ മതിയില്ലേ ക്ലാസ്? ഓക്കെ മാം. ഓക്കെ. അപ്പോ ഉത്കണ്ഠ രോഗം ഒരു പേടിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഇതിന് ഇന്ന് സൈക്കോളജിയിൽ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിലൊരു ട്രീറ്റ്മെന്റ് ആണ് CBT ട്രീറ്റ്മെന്റ്. CBT മീൻസ് ഉദ്ദേശിക്കുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ്. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാല് ഈ ഒരു അവസ്ഥയെ, ഈ ഒരു ചിന്തയെ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന് പടു താഴെയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ അതായത് ഇപ്പോ ഞാനൊരു പറ്റ ഉത്കണ്ഠയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു പറ്റ ഉത്കണ്ഠയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പോസിറ്റീവായിട്ട് ആ വ്യക്തിയുടെ കൗൺസിലിംഗ് നടത്തുക. ഞാനൊരു കൗൺസിലർ ആണ്. അപ്പോ എന്താന്ന് വെച്ചാൽ ആ പോസിറ്റീവ് ഫീലിങ്സ് ആ വ്യക്തിക്ക് നൽകുക, എന്നിട്ട് ആ ഒരു സ്വപ്നം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അതായത് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഫീലിംഗിലേക്ക് ഈ വ്യക്തിയെ എത്തിക്കുക. ആ ഫീലിംഗിലേക്ക് ഈ വ്യക്തി എത്തുന്നതോട് കൂടി തന്നെ ആ ഒരു ആൻസൈറ്റി ഡിസോർഡർ നമുക്ക് താഴ്ത്തി കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആൻസൈറ്റി ഡിസോർഡർ എന്താന്ന് വെച്ചാല് ചിലർക്ക് അത് ഒരു കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റില്ല. ചിലർക്ക് അത് പിന്നെ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യം, അതായത് മെഡിക്കേഷൻ തന്നെ ആവശ്യം വരും. മെഡിസിൻസ് വഴി, ആന്റി ഡിപ്രസൻസും അങ്ങനത്തെ മറ്റു മെഡിസിൻസ് വഴി തന്നെ ആവശ്യം വരുന്നതാണ്. ഇനി ഈ ഉത്കണ്ഠ രോഗങ്ങൾ പല രീതിയിലുണ്ട്. ഉത്കണ്ഠ രോഗങ്ങൾ പല ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഇത് പല രീതിയിലുണ്ട്. അതിൽ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ ഈസ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഒരു ആള് സദാസമയം ഉത്കണ്ഠരായിരിക്കുക, എല്ലാ ടൈമും. എന്താണെന്നറിയില്ല. ഉത്കണ്ഠ മീൻസ് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രത്യേക തരം പേടി, ഒരു തരം ടെൻഷൻ. നമുക്ക് തന്നെ അതിന്റെ റീസൺ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി. ഇതിനെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറലൈസ്ഡ് ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്താ വെച്ചാല് അത് ആ ഒരു വ്യക്തി എല്ലാ സമയം പേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല എന്താണെന്ന്. ആ വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ്. ആ വ്യക്തിക്ക് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒരു ഫീലിംഗിൽ ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ വ്യക്തിയെ വിളിക്കുമ്പോൾ തന്നെ ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ ആകെ പേടിക്കുകയാണ്, പേടിച്ച് വിറക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്കാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു പേഷ്യന്റ് ഇപ്പൊ വന്നത് എന്താന്ന് വെച്ചാല് പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ഒരു സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയെന്നാണ്. അപ്പോ ആ പേഷ്യന്റിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഈ അനസ്തേഷ്യം മറ്റും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആദ്യമായിട്ടാണ് ഈ വ്യക്തി കയറുന്നത്. ആയതിനാൽ തന്നെ ഈ വ്യക്തിക്ക് എന്താ അവിടുത്തെ ചുറ്റുപാട് സന്ദർഭങ്ങളും കണ്ട് ആ വ്യക്തിക്ക് തന്നെ എന്തോന്ന് സംഭവിച്ചു. ആ വ്യക്തി ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെയാണ് ശരിക്കും പറഞ്ഞ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന്, അതായത് ആ വ്യക്തി ആ ജീവിതത്തില് അതുവരെ സംഭവിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ഇതിലേക്ക് സംഭവിക്കുമ്പോഴുള്ള ഒരു ഷോക്ക്, മെന്റൽ ഷോക്ക്, ദാറ്റ് ഈസ് പാനിക് അറ്റാക്ക്. സോ ഈ പാനിക് അറ്റാക്ക് നമ്മളെ ഇത് അറ്റാക്ക് വരില്ല, ഹാർട്ട് അറ്റാക്ക്, അതിന്റെ സിംറ്റംസ് ആണ് പാനിക് അറ്റാക്കിലൂടെ വരാവുന്നത്. അത് നെഞ്ചിടിപ്പ് കൂടും, വിയർത്തൊലിക്കും, തല കറങ്ങുന്നത് പോലെ, ഛർദി എന്നീ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെയാണ് അഗറോഫോബിയ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അഗറോഫോബിയ ചില ആൾക്കാർക്ക് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ മോളുകളിലൊക്കെ പോകുമ്പോൾ എസ്കലേറ്ററിൽ കയറാൻ പേടി, ചിലർക്ക് ലിഫ്റ്റിൽ കയറാൻ പേടി,
ചിലർക്ക് അടച്ചിട്ട റൂമിൽ പേടി. ഇതൊക്കെ ഒരു തരം പേടിയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അത് നമ്മുടെ മനസ്സാണ്. നമ്മളെ എല്ലാം നമ്മളെ മനസ്സിന് നമ്മള് ഒരു ഉറപ്പ് കൊടുക്കുക, ഒരു പോസിറ്റീവ് ഫീലിംഗ് കൊടുക്കുക. പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഇത്തരം അഗറോഫോബിയ ഉള്ള വ്യക്തികൾക്ക് ഉയരത്തിൽ കയറാൻ പേടിയാകും. അതേപോലെ അടച്ചിട്ട റൂമില്, ലിഫ്റ്റില്, എസ്കുലേറ്ററിൽ എന്ന് വേണ്ട സംഭവങ്ങളിലൊക്കെ കയറാൻ ഒരു പേടിയാകും ഈ ഒരു വ്യക്തികൾക്ക്. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? അഗറോഫോബിയ എന്ന് പറയും. നെക്സ്റ്റ് ഉള്ള ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് സെലക്റ്റീവ് മ്യൂട്ടിസം. സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക്, ഞാനൊരു അധ്യാപിക കൂടിയാണ്, ചില കുട്ടികൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയാകാം, പക്ഷേ ആ കുട്ടിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ആൻസർ കിട്ടില്ല. അതൊരു തരം ആൻസൈറ്റിയാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ ആ കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് എന്നിട്ട് ആ കുട്ടി ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ തന്നെ ആ കുട്ടി ആൻസർ അടുത്തുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സെലക്റ്റീവ് മ്യൂട്ടിസം. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇത് ചെറിയൊരു പ്രായം, അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ ഈ ഒരു എന്തോ ഒരു ക്യാമറ പ്രോബ്ലം ഉണ്ട്, ഫോണിന്റെ സെറ്റിംഗ് ആണ് തോന്നുന്നുണ്ട്. സോറി. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കാം. ഓക്കെ, ഇത് ക്ഷമിക്കണം, ഈ ഫോണിന്റെ ഒരു ഇതാണ്, സെറ്റിംഗ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും പിന്നെ എക്സ്പോഷ്യർ തെറാപ്പി എന്നാണ്. ഈ എക്സ്പോഷ്യർ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ മെഡിക്കേഷൻ അല്ല പറയുന്നത്, ഈ ഒരു ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ കൗൺസിലിങ്ങിന്റെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. എക്സ്പോഷ്യർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ തന്നെ എന്താണ്, പക്ഷെ ആ ഒരു സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക എന്നാണ്. അതായത് ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ് ഈ എക്സ്പോഷ്യർ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 5-6 സിറ്റിംഗ് വഴി ഈ ഒരു ചെറിയ മൈൽഡ് ആണെങ്കിൽ ഒരു 5-6 സിറ്റിംഗ് വഴി ഈ ഒരു വ്യക്തിയുടെ പ്രശ്നം നമുക്ക് മാറ്റാവുന്നതാണ്. ഹലോ ഹലോ മാം. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ ആണ് മാം. ഓക്കെ. അപ്പോ ഈ ഒരു ആങ്സൈറ്റിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സിംറ്റം ഈ ആങ്സൈറ്റി വരുമ്പോൾ ഉള്ളതാണ് കയ്യിൽ, ചില ആളുകൾക്കൊക്കെ കണ്ടിട്ടില്ലേ, കൈ നല്ല തണുത്തുറച്ച് വിയർത്തൊലിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ ഛർദി, തലകറക്കം, തീരെ വയ്യാത്തൊരവസ്ഥ, തന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല, എനിക്കിനി ഒന്നും കഴിയൂല, എന്റെ ശരീരം ഒരു അനങ്ങാത്ത, ശരീരത്തിന് ഒരു ചലനങ്ങളൊക്കെ നിന്നൊരവസ്ഥ, ഞാനിനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല, എന്നെ കൊണ്ടൊന്നും കഴിയൂല, എന്നെ കൊണ്ട് ഇതേ കഴിയൂ എന്നുള്ളൊരു അവസ്ഥ. ഛർദി, തലകറക്കം, പിന്നെ ആകെ വിയർത്തൊലിക്കുക, പിന്നെ വയറുവേദന, അങ്ങനെ എന്തൊക്കെയോ. നമ്മൾ വിചാരിക്കും ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുക. ബട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടും ഒന്നും കാര്യമില്ലാത്ത ഒരു സംഗതിയാണിത്. അപ്പോൾ ഈ ആങ്സൈറ്റി ഡിസോർഡർ ഒരു പരിധി വരെ നമുക്ക് തന്നെ ഒരു കൗൺസിലർ ആവശ്യമോ അല്ലെങ്കിൽ ആരുടെയും ഒരു ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ട് തന്നെ ഒരു മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് ഈ ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത്. ഈ ഉത്കണ്ഠ രോഗത്തിലേക്ക് ആദ്യം നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം ഇൻട്രോസ്പെക്ട് ചെയ്യുക. ഇൻട്രോസ്പെക്ട് മീൻസ് നമ്മൾ ആരാണ്, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെയുണ്ട്, എന്റെ കഴിവുകൾ, എന്റെ കുറവുകൾ, ഓക്കെ, എനിക്ക് ആരൊക്കെയുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ എനിക്ക് ചെയ്തു തരുന്ന സംഭാവനകൾ എല്ലാം ആദ്യം ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു മെഡിക്കേഷൻ വഴി ആയിട്ടല്ലാതെ, അത് കൂടുതൽ എക്സ്ട്രീം ലെവലിലുള്ള ആൾക്കാർക്കാണ് ഒരു മരുന്നിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോവേണ്ടത്. അതല്ലാതെ ഒരു മൈൽഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്ത് തന്റെ പോസിറ്റീവും നെഗറ്റീവും, ആ ഒരു നെഗറ്റീവ്
ഫീലിംഗ് ആണ് നമ്മുടെ നെഗറ്റീവ് ഫീലിംഗ് ആണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ, നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ കൂടെ പിന്നെയും മുകളിൽ എത്തിക്കുന്ന ഒരു ആദ്യം തോട്ടാകും നമ്മുടെ പക്ഷെ അതെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ. ഈ മനസ്സിനെ നമ്മൾ കടിഞ്ഞാണിടാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. നല്ല പഠിക്കുന്ന ഒരു വ്യക്തിയാകാം, പക്ഷെ ആ ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ലെവൽ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എവിടെയും എത്താൻ കഴിയും. അപ്പൊ നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ, നമ്മൾ തന്നെ കടിഞ്ഞാണിടണം. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാല് നമുക്ക് തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ഫീലിങ്ങിനെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. എന്താന്ന് വെച്ചാൽ അതാവില്ല, അതുകൊണ്ടാവില്ല, ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇത് ഒരു ടൈമിൽ ഒരു കൗമാരപ്രായം മുതലാണ് ഈ ഒരു ആങ്സൈറ്റി ഡിസോർഡർ കൂടുതലായിട്ട് വരുന്നത് കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. കാരണം ഈ ഒരു സ്ട്രെസ് കുട്ടികൾ നല്ലവണ്ണം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. പഠനാനുബന്ധമായി അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ ആയിട്ട് അനുഭവിക്കുന്നത് ഈ ഒരു സ്ട്രെസ് നമ്മുടെ മാതാപിതാക്കളായ നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൗമാരം പറയുന്നത് നമ്മൾ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമിൽ നമ്മൾ മക്കളെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവരെ കിട്ടാൻ വളരെ പ്രയാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾ ചിലപ്പോൾ നമ്മളോട് നമ്മൾ എന്തെങ്കിലും അവരോട് ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. പല ഒരു കൗമാരപ്രായമായ കുട്ടികൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, ഉപദേശില്ലാത്ത പ്രായമാണല്ലോ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമ്മൾ പാരന്റ്സ് ആണെന്ന് ചിന്തിക്കാതെ തന്നെ അവർ വേണമെങ്കിൽ നമ്മളെ ഒരു ഷൗട്ട് ചെയ്യാൻ മതി. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, ഒരു സ്ട്രെസ് ലെവലിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഉള്ളിൽ അവരുടെ ജനറ്റിക്കലി, ഇനി ഗേൾ ആയാലും ബോയ് ആയാലും ശാരീരികമായിട്ട് മാറ്റം വരുന്ന ടൈമാണ്. ഇത് ഓരോ പാരന്റും മനസ്സിലാക്കണം. ഇത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണ്. സോ അതിന് കൂടുതൽ നമ്മൾ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അവിടെ കൊണ്ടുപോവാതെ ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾ മുഖേന അറിയാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ പരിധിയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഒരു കൗൺസിലറെ എടുത്ത് കൊണ്ടുപോകുന്നത് ഇതൊന്നും നാണം കേടേണ്ട അല്ലെങ്കിൽ ഒരു മോശമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയല്ല. എന്നിട്ട് നിങ്ങൾ ആ ഒരു കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഒരു മനസ്സിലാക്കിയിട്ട് ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ. ഓക്കെ, അത് ഈ ഒരു ലെവലിൽ ഈ ഒരു കൗമാരപ്രായത്തില് അവരെ പിടിച്ചു നിർത്തിയാൽ, ഈ ഒരു ലെവലില് പിടിച്ചു നിർത്തിയാൽ, അല്ലാതെ അവര് പറയുമ്പോൾ അവരുടെ മുകളിൽ പറഞ്ഞ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കുകയുള്ളൂ. സ്ട്രെസ്, അതായത് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് എത്തിക്കുകയുള്ളൂ. ഒരുവിധം ഒട്ടുമിക്ക 99% ആളുകൾ ഇന്നത്തെ ലോകത്ത് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്. പുറമേ നമ്മൾ കാണുന്നുണ്ട് പല ആളുകളും, നമ്മൾ വിചാരിക്കും അവരെന്തൊരു ഹാപ്പിയാണ് എന്ന്. ബട്ട് എല്ലാവരും ഉള്ളിൽ ഹാപ്പി അല്ല. അത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താൽ കാണാം പലവിധ വീഡിയോസ്, പലവിധ കപ്പിൾസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷമോ അതിന്റെ മുന്നത്തെ വർഷം ഒരു കപ്പിളായിരുന്നു വീഡിയോസും മറ്റും ചെയ്ത് ഫേമസ് ആയ ഇൻസ്റ്റാഗ്രാമിൽ. ബട്ട് ആ ഒരു കുട്ടി ഉള്ളിൽ നല്ലോണം ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ ഒക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അറ്റ് ലാസ്റ്റ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തല്ലോ. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് ഈ ആങ്സൈറ്റി ഡിസോർഡർ വരാനുള്ള മെയിൻ കാരണം സ്ട്രെസ് ആണ്. ഓക്കെ, നമ്മൾ കഴിയും വിധം സ്ട്രെസ്, നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടി സ്ട്രെസ്, എന്തെങ്കിലും ഒരു ടെൻഷൻ നമ്മൾ വരികയാണെങ്കിൽ ആ ടെൻഷനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ചിന്തിച്ച് ആ ടെൻഷനെ ഒന്ന് എക്സ്ട്രീം ലെവലിലേക്ക് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അതല്ലാതെ എന്താണ് എന്റെ ടെൻഷൻ, ഞാൻ എന്തിനാണ് ടെൻഷൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ ഒരു ടെൻഷനിൽ കൂടുതൽ ചിന്തകൾ വരുമ്പോൾ ആ ഒരു ടെൻഷൻ, ഇത്രയുള്ള ടെൻഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാല്, ഈ ഒരു സ്ട്രെസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഈ സ്ട്രെസ് ആണ് നമ്മുടെ ആങ്സൈറ്റിയിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, ഈ ആങ്സൈറ്റി ഉള്ളവര്
കുറെ കാലം ഈ ആൻസൈറ്റി കൂടുന്ന അവസാനത്തെ സ്റ്റേജിലേക്കാണ് അവരെന്ത് ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഡിപ്രസ്ഡ് ആയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആരോടും മിണ്ടാനോ ഒരു താല്പര്യം ഉണ്ടാവില്ല. അവരുടേതായ ലോകത്താവും. അവരുടെ ലോകത്ത് ഒരു പതുങ്ങിയും മിണ്ടാതിരുന്ന് ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു ഫാമിലി ലൈഫ് ആകുന്ന വ്യക്തികളാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ ആ ലൈഫിൽ അവർ തൃപ്തിയാവില്ല. അവര് അറ്റ് ലാസ്റ്റ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ആത്മഹത്യ ചെയ്തു. അവർക്ക് മെയിൻ ഉണ്ടാവുന്ന പ്രശ്നം ഈ നിരാശയാണ് ഡിപ്രസ്ഡ് ആയ പേഷ്യൻസിന്. ഓക്കെ, ഈ ഡിപ്രഷനിലേക്ക് വരുന്നതിന്റെ മെയിൻ കാരണം സ്ട്രെസ് ആണ്. സോ ഈ സ്ട്രെസ് ആണ് ആൻസൈറ്റിയിലേക്ക് വരുന്നത്. സോ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടുക. നമ്മൾ ഒരാളെയും കണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയാണ് എല്ലാം. സോ ഈ സോഷ്യൽ മീഡിയ കണ്ടോ അവർക്ക് അത്ര ഉണ്ട്, ഞാൻ ഇങ്ങനെ, എന്റെ ലൈഫ് ഇങ്ങനെ, ഞാൻ എന്തിനും ജീവിക്കണം എന്നുള്ള, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു നിരാശബോധം വേണ്ട. കാരണം മനുഷ്യന് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഓക്കെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഏത് പ്രായത്തിലും നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ, ഈ ഒരു ചെറിയ കുട്ടി മുതൽ പ്രായം മുതിർന്ന ഒരു ആള് ആയി വരെ അയാൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും KFCന്റെ ഓണർ, അയാള് സക്സസ് ആയത് ഐ തിങ്ക് 63 or 62 ഇയേഴ്സിലാണ്. സോ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വയസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്. അല്ലാതെ എനിക്ക് 40 ഇനി എന്നെ കൊണ്ടൊന്നും കഴിയൂല, എനിക്ക് 50 എനിക്ക് ഇനി ഒന്നും കഴിയണമെന്നല്ല. എല്ലാവർക്കും എല്ലാം കഴിയും, ബട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഈ സ്ട്രെസ് ഇല്ലാത്തവരായിട്ടുണ്ടാവില്ല. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും. ഇനി വീട്ടമ്മമാരായിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സ്ട്രെസ്സിന് നമ്മൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ആ സ്ട്രെസ്സിനെ നമ്മളെ കൊണ്ട് കടിഞ്ഞാണിടാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അത് എന്റെ പരിധിയിൽ വരാത്ത, അതായത് താനെന്ന വ്യക്തിയിൽ പരിധിക്ക് വരാത്ത ഒരു സംഭവമാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു കൗൺസിലറെ കാണിക്കുക. ഓക്കെ, സൈക്കാട്രിസ്റ്റിനല്ല കാണിക്കേണ്ടത്, ഫസ്റ്റ് തന്നെ ഒരു കൗൺസിലറെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇത് കൗൺസിലറിൽ പരിധിയിൽ പെടാത്ത ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഒരു ആന്റി ഡിപ്രസൻസും അതിനനുസരിച്ചുള്ള മരുന്നുകൾ സജസ്റ്റ് ചെയ്യും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ലോ ലെവലിലാണെങ്കിൽ മരുന്നുകളുടെ ഒന്നും ഒരാവശ്യമില്ല. ജസ്റ്റ് ഒരു കൗൺസിലിംഗ് 1, 2, 3 സിറ്റിംഗിൽ ഒരു കൗൺസിലിംഗിൽ ആവശ്യമുണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മളിപ്പോ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് വീട്ടമ്മമാരാണ്. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ ഇതിൽ ജെൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല, 1-2 പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ വീട്ടമ്മമാര് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ലേഡീസ് ഉണ്ട്, അല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് ലേഡീസിനെ പറയാം. സോ ലേഡീസിന്റെ കാര്യമായാലും വർക്കിംഗ് ലേഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്ട്രെസ് മറ്റുള്ളവരെക്കാൾ കൂടുതലാകും. കാരണം വീട്ടിലെ ജോലികളും തീർക്കണം, ഓഫീസിലെ ജോലികളും തീർക്കണം. സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. സോ ഈ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന എക്സാമ്പിൾ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ ആൻസൈറ്റിയും സ്ട്രെസ് ഡിപ്രസ്ഡ് ഒക്കെ ആവുന്നത്. കൂടുതൽ ഒരു 90% സ്ത്രീകളാണ് കൂടുതൽ. സോ ഈ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ ആൻസൈറ്റി, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ഹോർമോൺ ചേഞ്ച് ആണ്. അതായത് 28 ഡേയ്സ് സൈക്കിൾ ആണല്ലോ സ്ത്രീക്കുള്ളത്. ഓക്കെ, ഈ 28 ഡേയ്സ് സൈക്കിളിന് ഈ ഒരു സ്ത്രീക്ക് ഓരോ സമയത്ത് ഓരോ ഈസ്ട്രോജൻ, ഓക്കെ, അങ്ങനെ പ്രൊജസ്ട്രോൺ, അങ്ങനെ പ്രൊജസ്ട്രോണിന്റെ ലെവൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ടൈമാണ് ല്യൂട്ടൽ ഫേസ്. അങ്ങനെ പോകും. ഇത് കൂടുതലായും വിവരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എക്സാമ്പിൾ ഒരു 30 എബോവ് ആണെങ്കിൽ ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഹോർമോണൽ ചേഞ്ച് നല്ലോണം ഉണ്ട്. അതിനനുസരിച്ച് ഈ ഒരു സ്ത്രീക്ക് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒരു എല്ലാത്തിനോടൊരു ദേഷ്യവും ഒക്കെ വരുന്ന ഒരു ടൈമാണ്. ഈ ഒരു സ്ത്രീക്ക് ഒരു മാസത്തെ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് പലതരം. ചിലപ്പോൾ ഈ ആഴ്ച കാമായ ആ വ്യക്തി ആവില്ല, അടുത്ത ആഴ്ച പൊട്ടിത്തെറിക്കുന്ന വ്യക്തി. അപ്പോ ഈ ഒരു വീട്ടിലെ ഒരു സ്ത്രീയുള്ള ഒരു ഭർത്താവായ അല്ലെങ്കിൽ മക്കളായ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആ ഒരു സ്ത്രീ
ഇങ്ങോട്ട് ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു വൈഫ് ഭർത്താവിനോട് ഒരു ആഴ്ചയാണ്, ആ ഒരു ആഴ്ച ആ ഹോർമോണ് കൂടുതൽ ടൈമാണ്. സോ അപ്പോ വൈഫ് എന്ത് ചെയ്യാണ്, എപ്പോഴും ഷൗട്ട് ചെയ്യാണ്, എന്തിന് തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചൂടാകും. ഒരവസ്ഥ മനസ്സിലാക്കുകയാണ് വേണ്ടത് ആ ഒരു വീട്ടിലുള്ള ആളുകൾ. അല്ലാതെ അവൾ എന്നോട് എങ്ങനെ പറഞ്ഞ് അതിന് തിരിച്ച് ഞാൻ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അവളെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയല്ല വേണ്ടത്. വീട്ടിലുള്ളവരാണ് ശരിക്കും പറഞ്ഞാല് രോഗം മാറ്റുന്നവർ. ഒരു കൗൺസിലിങ്ങിന്റെയും ഒരു സൈക്കാട്രിസ്റ്റിന്റെയും അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിലുള്ളവർ ആ ഒരു സ്ത്രീയെ മനസ്സിലാക്കി ആ സ്ത്രീക്ക് വേണ്ടിയ പരിഗണനയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആളുകൾ. ആ ഒരു പരിഗണന ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു വ്യക്തി പിന്നെ ഒന്നുമല്ല. ആയതിനാൽ തന്നെ ആ ഒരു വ്യക്തിക്ക് വേണ്ട പരിഗണന, ആ ഒരു വ്യക്തിക്ക് വേണ്ട ഒരു എന്താണ് ആ വ്യക്തി ആ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അത് ഞാൻ ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പുരുഷന്മാരോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഓക്കെ എന്റെ വൈഫിന്റെ ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ആവാം, അല്ലെങ്കിൽ എന്റെ വൈഫ് ഇങ്ങനെ ആവും. അല്ലാതെ അവൾ എന്നോട് 10 പറഞ്ഞു എനിക്ക് 100 പറയുന്നുള്ള ഒരു അവസ്ഥയല്ല. പിന്നെ വർക്കിംഗ് ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ചെയ്യും. സോ അതിന്റെ സ്ട്രെസ് നല്ലോണം ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്ട്രെസ് നമ്മൾ ആദ്യം ഈ ലേഡീസ് സ്വയം മാനേജ് ചെയ്യുക. ഇത് വീട്ടിലുള്ള ഹസ്ബൻഡ്സ് ആവട്ടെ മക്കളാവട്ടെ ഈ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും ഈ ഒരു പരിഗണനയും എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഈ ആൻസൈറ്റി കുറയുന്നതാണ്. ഈ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ചിലർക്ക് ചെറുതാവുമ്പോ തന്നെ ഭയങ്കര ഒരു മടിയായിട്ട് ആളുകളോട് സംസാരിക്കാനും. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് ഇതിന് പറയാ. എന്താന്ന് വെച്ചാല് ആളുകൾ ഇത് ശരിക്കും കൗമാരപ്രായത്തിലാണ് കൂടുതൽ ഉണ്ടാവാറ്. ഒരു കല്യാണത്തിന് പോകാൻ മടി, ഒരു ആളുകളുടെ ക്രൗഡിലേക്ക് പോകാൻ മടി, ഇതൊക്കെ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഈ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവാൻ തന്നെ കാരണം ഈ ചെറുപ്പത്തിലെ മടിയുള്ള കുട്ടികളുണ്ടല്ലോ, എന്തെങ്കിലും ചോദിച്ചാല് അറിയാത്തവരെന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത കുട്ടികൾ, അവർക്കൊക്കെ ഉള്ളതാണ് ഈ ഷൈനസ്. ഈ ചെറുപ്പത്തിലെ എന്തെങ്കിലും ഉദാഹരണത്തിന് ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുക വീട്ടില്, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു അച്ഛനമ്മമാര് പിന്നെ അല്ലെങ്കിൽ അച്ഛനൊരമ്മ ആക്സിഡന്റിൽ ചെറുപ്പത്തിൽ മരിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ലൈംഗിക അതിക്രമം ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ ഒരു കുട്ടികളുടെ അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലുള്ള കുട്ടികൾക്കാണ് ഭാവിയിൽ ഈ ആൻസൈറ്റി ഡിസോർഡർ കൂടുതലായിട്ട് കാണുന്നത്. ഇനി വീട്ടമ്മമാരുടെ കേസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം എടുത്ത് പറയുന്നതല്ല, പുരുഷന്മാരുടെ കേസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. സോ ഇപ്പൊ പറയുന്നത് വീട്ടമ്മമാർ, ദാറ്റ് മീൻസ് അതായത് വീട്ടിലെ ജോലി എടുത്ത് വീട്ടിലെ കുട്ടികളെ നോക്കി മാത്രം ഇരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വീട്ടമ്മമാരുടെ അവസ്ഥയാണെങ്കിൽ അവര് എന്ത് ചെയ്യാണ്, ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് അവര് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല അവര് വീടും നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ത്രീയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് ആണ്. ഒരു സ്ത്രീക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു വരദാനമാണ് എന്ത്, മൾട്ടി ടാസ്കിങ് മീൻസ് ഒരു സ്ത്രീക്ക് ഒരു നേരം ഒരുപാട് പണികൾ എടുക്കാം, ഒരു നേരം തന്നെ ഒരുപാട് ജോലികളിൽ മുഴുകിയിരിക്കാം. പക്ഷെ ആ ഒരു പെക്യുലാരിറ്റി പുരുഷനില്ല. ഇപ്പൊ ഒരു സ്ത്രീക്ക് തന്നെ രാവിലെ പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം, അങ്ങനെ ആ ഒരു ഇപ്പൊ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് സോക്ക് ചെയ്യാം, അങ്ങനെ എന്ത് വേണ്ട മൾട്ടി ടാസ്കിങ് എല്ലാം ചെയ്യാം. ബട്ട് പുരുഷനെ സംബന്ധിച്ച് അതല്ല. സോ ഈ ഒരു വ്യക്തി ചില പുരുഷന്മാർക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില പുരുഷന്മാർക്ക് ഒരു ചിന്തയുണ്ട്, ഇവളിപ്പോ കുട്ടികളും മക്കളൊക്കെ പോയി കഴിഞ്ഞാല് ഞാനും പോയി കിടന്നുറങ്ങില്ല, അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചെയ്യട്ടെ എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ നിങ്ങളൊരു ചിന്തിക്കണം, ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കളെ നല്ല രീതിയിൽ പറഞ്ഞേക്കുന്നു, ഹസ്ബൻഡിനെ പറഞ്ഞേക്കുന്നു, ഓക്കെ. പക്ഷെ ഈ ഒരു സ്ത്രീ, നിങ്ങൾ പോയാലും നിങ്ങളുടെ മക്കൾ പോയാലും ഓക്കെ നിങ്ങൾ പോയാലും നിങ്ങളുടെ മക്കൾ പോയാലും ഈ ഒരു നമ്മുടെ ഇത് ഫുള്ളായിട്ടില്ല. ടൈം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ത്രീ, നിങ്ങൾ പോയാലും മക്കൾ പോയാലും ഈ ഒരു സ്ത്രീ തനിച്ചാണ്. ഓക്കെ, ഈ സ്ത്രീ ഒരു ശരീരം മാത്രമല്ല, ഈ സ്ത്രീക്ക് ഒരു മനസ്സുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റപ്പെടൽ, ആ വീട്ടിൽ പിന്നെ ഈ സ്ത്രീ ഒറ്റയ്ക്കാണ്. ഈ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിലേക്ക് പോകുന്നു.
ഓക്കെ, ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നല്ലേ? ഓക്കെ, അപ്പോ സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ് വേറൊരു ഒരു ദിവസം കൂടി മാം ഒരു ക്ലാസ്സും കൂടി എടുക്കണം മാം, ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്. ഓക്കെ ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? നല്ല ക്ലാസ് ആണ്, നല്ല അടിപൊളി. കുറച്ചും കൂടി കാര്യങ്ങൾ ഇനിയിപ്പോ പുരുഷന്മാരെ പറ്റി നമുക്ക് കുറച്ചുകൂടി അറിയാനുണ്ടല്ലോ. അപ്പൊ മാം എന്തായാലും ഒരു സെക്കൻഡ് പാർട്ടും കൂടി എടുക്കണം. ഗോപിക ഒരു സെക്കൻഡ് പാർട്ടും കൂടി മാമിന് അനുവദിച്ചു കൊടുക്കണം ഒരു ദിവസം കൂടി. ഓക്കെ. ഓക്കെ, എങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മാമിന്റെ കാര്യം ഇപ്പൊ മാം കംപ്ലീറ്റ് ടൈം നമുക്ക് 6:30 വരെയാണ്. ഓക്കെ, അപ്പോ മാം ഇപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ മാമിന് എന്തെങ്കിലും ഒരു സെക്കൻഡ് പാർട്ടിന് ചാൻസും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ മാമിന്റെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ മാം, നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇതെന്താ പറയാ, നമ്മൾ ശരിക്കും ഇരുന്നിട്ട് നല്ല മനസ്സിലാക്കി കേൾക്കേണ്ട ഒരു ക്ലാസ് ആണ്. ഇത് നമ്മളിപ്പോ ഒരു 100 ആളെ എടുത്തു കഴിഞ്ഞാൽ ഒരു 25 ആളോളം ചിലപ്പം മാനസികമായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്നവരാവാം, ചിലപ്പോ ജോലി സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആവാം. എന്തായാലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തമാവണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ മാം പറഞ്ഞ പോലെ നമ്മളെ കുടുംബ പശ്ചാത്തലാണ് ഒരാളെന്നെ ഏത് രീതിയിലേക്ക് ആക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളെ കുടുംബത്തിൽ തന്നെയാണ് അതിന്റെ മരുന്നും എല്ലാ കാര്യങ്ങളും. അപ്പൊ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ അത് അവിടെ നിന്ന് തന്നെ കിട്ടണം, സ്നേഹമായാലും എന്തായാലും. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളെ കാര്യം ഞാൻ പറഞ്ഞത് സത്യമാണ്. അവരുടെ ആ ഒരു എന്താ പറയാ ഹോർമോൺ ചേഞ്ച് വരുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്ന കുറെ വ്യത്യാസങ്ങൾ നമ്മൾ പേരൻസ് എന്തായാലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അല്ലാതെ അവരെ മറിച്ച് വേറൊരു രീതിയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞിട്ടോ അതിലൊന്നും കാര്യമില്ല. നമ്മള് സ്നേഹത്തിലൂടെ ഇടപെടുകയാണെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും മാമിന്റെ സെക്കൻഡ് പാർട്ടും കൂടി ഞങ്ങൾക്ക് വേണം. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഓൾ, താങ്ക് യു ഗോപിക, താങ്ക് യു. ഓക്കെ, സിനിമ പറഞ്ഞത് കറക്റ്റ്. നമുക്കൊരു 100 ആളുകളിലത്തെ എനിക്ക് തോന്നുന്നു 50 അബോ ആളുകൾ എന്തായാലും മാക്സിമം ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ നേരിടുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും വർക്ക് ചെയ്യുന്ന ഹൗസ് വൈഫ് ആയാലും ഓരോരോ കാരണത്താൽ ഇപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അനുസരിച്ചൊക്കെ അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഡൗട്ടോ പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. മാഡം നല്ലൊരു വളരെ യൂസ്ഫുൾ ആയിട്ടൊരു നമ്മുടെ റിയൽ ലൈഫിലേക്ക് നമ്മുടെ എന്താ പറയാ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഓരോ പാഠങ്ങളാണ്. ഇനി നെക്സ്റ്റ് പാർട്ടും വെയിറ്റിംഗ് ആണ്. ഓക്കെ, എന്തായാലും വേറെ ഒന്നുമല്ല, നമ്മൾ ഫാമിലി ലൈഫിൽ നമ്മൾ ഓരോ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, ചില സിറ്റുവേഷൻസിൽ നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു എന്താണ് പ്രശ്നത്തെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അൺവാണ്ടഡ്, ചിലപ്പോൾ ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ വരുന്ന ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് പൊട്ടിത്തെറികളോ അങ്ങനെയൊക്കെയാണ് പല പല ബന്ധങ്ങളും പല ഇതിലേക്ക് തകരുന്നത്. ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ പറയുന്നത് ക്ഷമിക്കാനും ഉള്ളൊരു പാഠം, മീൻസ് അതിനുള്ളൊരു ബോധം നമുക്ക് കിട്ടും. അതാണ് വലിയൊരു കാര്യം. എല്ലാവരും അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യങ്ങളാണ് മാഡം പറയുന്നത് റിയൽ ലൈഫിലേക്ക് വേണ്ടിയിട്ട്. എനിവേ താങ്ക് യു മാഡം. താങ്ക് യു ടീച്ചർ. ഓക്കെ, ദിവ്യ മാം. ഹലോ മാം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഏറ്റവും യൂസ്ഫുൾ ആയൊരു ക്ലാസ് ആണ്. എല്ലാവർക്കും എന്താ പറയാ, ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ടെൻഷൻസ് അതിന് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് റിലീഫ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ക്ലാസ് ആണ്. ഇനിയും നമുക്ക് ഒരു ക്ലാസ്സും കൂടി വേണം. എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ്. നല്ലൊരു ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു ദിവ്യ മാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ലിസിഫ മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു ടോൾ. നമുക്കൊരു സെക്ഷൻ വൈൻഡപ്പിലേക്ക് കടന്നാലോ? ഓക്കെ. എനിവേ താങ്ക് യു ഷിഫ മാം. ഓക്കെ, താങ്ക് യു ടോൾ. താങ്ക് യു സോ മച്ച്. Thank you, Shifa ma'am. Thank you all. Thank you, ma'am. Thank you all.
Thank you. Thank you all. Thank you, ma'am. Thank you all. താങ്ക് യു. Thank you, ma'am. Thank you, Shikha ma'am. Thank you all.